എല്ലാവർക്കും താങ്ക് യു. കർത്താവ് സഹായിക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ലിജു കുര്യാക്കോസിനോട് ഒരുമിച്ച് ഒരു കൂട്ടായ്മയിലായിരിക്കാൻ കർത്താവ് കൃപ നൽകിയല്ലോ. പാസ്റ്ററിൻ്റെ ബ്രദർ മജു, കുടുംബം, മാതാവ്, അവരും ആദ്യമായിട്ടാണ് നമുക്കിങ്ങനൊരു കൂട്ടായ്മയിൽ കർത്താവ് അവസരം നൽകിയത്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സൂസൻ ആൻറ്റി അറിയിച്ചതിന് ചില മാസങ്ങൾക്ക് ശേഷം തിരികെ വന്നിട്ടുണ്ട്. വെൽക്കം ചെയ്യുന്നില്ല. യു ആർ പാർട്ട് ഓഫ് ദിസ് ചർച്ച്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സഹായിക്കട്ടെ. അതുപോലെ തന്നെ പ്രിയ പോൾസനങ്ങളിനെ ആൻറ്റി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന അവർ ഒരാഴ്ച മുമ്പ് വന്നിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇവിടെ ഇല്ലാതെ പോയി, എങ്കിലും വന്നല്ലോ. താങ്ക് യു. കർത്താവ് സഹായിക്കട്ടെ. ഒരു ആൻറ്റി ബിന്നി എന്ന് പറയുന്നൊരു ആൻറ്റി എനിക്ക് കഴിഞ്ഞ ദിവസം ഹ്യൂസ്റ്റണിലുള്ള ഒരാൾ മുഖാന്തരം ഒരു ബന്ധം നൽകി. അങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കും നമ്മുടെ ഷായിച്ചാനോടും പോയി ബിനിയാൻറ്റിയെ കാണാനായിട്ട് കർത്താവ് അവസരം നൽകി. നമ്മുടെ ചർച്ചിലൊരു ബിനിയാൻറ്റി ഉണ്ട്, അതല്ല ഇത് വേറെ ബിനിയാൻറ്റിയാണ്. ഓക്കെ, ആ ബിനിയാൻറ്റിക്ക് ഇന്ന് ജോലി കാരണം വരാൻ പറ്റിയില്ല. എങ്കിലും ബിനിയാൻറ്റിയും മോനും അരിസോണയിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഇവിടെ ജോലിക്കായിട്ട് വന്നതാണ്. പ്രിയ ബിനിയാൻറ്റിയുടെ മോൻ്റെ പേര് കേലബ്. ഒരു ചെറിയ ഒരു ആക്സിഡൻറ്റിൽ കാലിൻ്റെ ലിഗമെൻ്റ് ഫ്രാക്ചറായി അല്പം ട്രീറ്റ്മെൻ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് വരാൻ കഴിയാതിരുന്നത്. എങ്കിലും ആൻറ്റി വന്നല്ലോ. താങ്ക് യു. കർത്താവ് സഹായിക്കട്ടെ. വി വെൽക്കം യു ടു ദിസ് ചർച്ച്. അങ്ങനെ എല്ലാവരെയും ഓർത്ത് കർത്താവിൻ്റെ സ്തോത്രം. താങ്ക് യു. സാം നമ്പർ 90. ഇത് ഞാൻ ആദ്യത്തെ 6 വാക്യം ഐ ഹോപ്പ് യു ആർ റിമെമ്പറിങ്. ദ ഫസ്റ്റ് 6 വേഴ്സ് ഐ ഓൾറെഡി എക്സ്പ്ലെയിൻഡ് 1 week ago. I will say few things from all the verses. Then I will conclude. Finally, Pastor Liju will give a sermon from the Bible. So I need your undivided attention. Let us turn to Psalm 90. The first 2 verses is talking about the eternality of God, God's eternality. I already explained what is the meaning of verse number 1 and verse number 2. The verses 3 to 6 is talking about God's sovereignty. God is deciding everything. That is what Bible says. Then I have no time to explain that two portion of that psalm. I will explain verses 7 to 17. I don't think so I can give more explanation of all the verses, but I will go very fast through all the verses. ഈ ഒക്ടോബർ മാസത്തിൻ്റെ പ്രത്യേകത അറിയാമോ? ഐപിഎസ്കാർക്ക് ഉറപ്പായിട്ട് അറിയണം. ദ മന്ത് ഓഫ് റിഫോർമേഷൻ. ഒരു സന്തോഷമില്ലല്ലോ. പാസ്റ്റേഴ്സ് അപ്രീഷിയേഷൻ, ദാറ്റ് ഈസ് 31st. ഞാൻ അതിനെപ്പറ്റി അന്ന് ഒരാഴ്ച മുമ്പ് പറയാം. ഓക്കെ, ഇന്നത്തെ ദിവസത്തിന് on October 6, this is very special day. On October 6, 1536, 500 years back, William Tyndale was burned alive in the fire for the crime of translating the Bible into English. Is anybody using KJV here? KJV Bible translation? KJV? 90% of the KJV Bible translated by one person called William Tyndale. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടോ ഈ പുസ്തകം മൊത്തം? ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഹൗ മച്ച് ടൈം ഡു യു സ്പെൻഡ് ടു റീഡ് ദ ഹോളി ഇൻസ്പയർഡ് സ്ക്രിപ്ചർ? ഐ വിൽ സ്റ്റോപ്പ് ദെയർ. നെവർ ഫോർഗെറ്റ് October 6, 1536, William Tyndale died for the sake of the gospel. He is the one who translated Bible from the original language to our common language, English. I praise God, that man of God. Amen, amen, amen. ഞാൻ അത്രയും പറഞ്ഞിട്ട് ഞാൻ ഈ ഒക്ടോബർ മാസം എനിക്ക് ഒത്തിരി വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു മാസമാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒക്ടോബർ മാസത്തെ ഞാൻ എടുത്തേക്കുന്ന ഒരു ഡിസിഷൻ എന്നുള്ളത് October 1 to 31st, ഈ 31 ദിവസം 31 മിഷണറീസിൻ്റെ ബയോഗ്രഫിയുടെ ഒരു ഷോർട്ട് വായിക്കണമെന്നാണ്. ഞാൻ കഴിഞ്ഞ 5 ദിവസം വായിച്ചു. ഇന്നും വായിക്കും. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ തരുന്നതായിരിക്കും. എൻ്റെ അതിൻ്റെ എല്ലാം ഒരു ഷോർട്ട് നോട്ടുണ്ട് തന്നെ.
തരുന്നവരെല്ലാവരും വായിക്കുകയും ചെയ്യണം പ്ലീസ്. ഓക്കെ, പ്രൈസ് ലോഡ്, പ്രൈസ് ലോഡ്. ബാക്ക് ടു സാം നമ്പർ 90. ഞാനൊരു 20-25 മിനിറ്റ്സ് എടുത്ത് എനിക്കിത് പറയാനായിട്ട് പറ്റത്തുള്ളൂ. വേഴ്സ് 1 and 2 God's eternality, 3-6 God's sovereignty, verse 7-12 God's severity, God's severity. Verse 7, ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. Verse 8, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. വളരെ സീരിയസ് ആയിട്ടുള്ള വാക്യങ്ങളാണ്. ആദ്യത്തെ 2 ഭാഗം, the first 2 verses is talking about the wandering journey of Israel through wilderness. They have no home. They have no permanent tent. Then the second part is talking about the vanity of life. നമുക്കൊന്നും അറിയാൻ പാടില്ല ആ മരണത്തെ പറ്റിയോ, അല്ലെങ്കിൽ അവർ ഇസ്രായേൽ മക്കൾ ഇതിൻ്റെ കോണ്ടസ്റ്റിൽ അറിയാം. ഇത് the context of the psalm is the wandering journey of Israelite through the wilderness. they not yet reached the promised land. They are still surrounding the mountain. ആ കോണ്ടെക്സ്റ്റിൽ എഴുത്തുകാരൻ he finally find the answer why we not yet reached the promised land. Verse 7 is talking about because of the chastening hand of God is against us. ദൈവത്തിൻ്റെ ശിക്ഷിക്കുന്ന കരം ഞങ്ങൾക്കെതിരായേക്കുന്നത് കൊണ്ടാണ് we not yet reach our final destination. ഇതാണ് 7ാമത്തെ വാക്യം. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ, means the people of God under Moses' leadership have been suffering under the heavy hand of the discipline of God. 40 വർഷമായി യാത്ര തുടങ്ങിയിട്ട് ഇതുവരെ അവർ എവിടെ എത്തിയില്ല? പ്രോമിസ്ഡ് ലാൻഡിൽ എത്തിയില്ല. The reason is because they have made wrong choices. Because they lived in unbelief, because they have lived in immorality and idolatry. ഇതെല്ലാം അവരുടെ പാവമാണല്ലേ. അതുകൊണ്ടാണ് മോശ പറയുന്നത് നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ കോപത്താൽ ഭ്രമിച്ചും നിന്റെ ക്രോധത്താൽ ക്ഷയിച്ചു എന്ത് ചെയ്തേക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയ നിലവാരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയാത്തതിൻ്റെ കാര്യം ബിക്കോസ് ഓഫ് ദ chastening hand of God. അതിന് നമ്മളെന്താ ചെയ്യേണ്ടേ? ഹോളിനെസ്, സാൻറ്റിഫിക്കേഷൻ, സെറ്റ് അപ്പാർട്ട് ലൈഫ്. അതല്ലാതെ ഈ യാത്ര അങ്ങ് എത്തുകയില്ല എന്നാണ് 7ാം വാക്യത്തിനകത്തൂടെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചേക്കുന്നത്. വേഴ്സ് 8 അങ്ങനെ തന്നെ ഭയങ്കര ഒരു പേടിക്കേണ്ട ഒരു വാക്യമാണ്. വേഴ്സ് 8, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും, മീനിങ് ഓൾ സിൻ ഈസ് ഇൻ ക്ലിയർ വ്യൂ ടു ദ ഫേസ് ഓഫ് ഗോഡ്. നമുക്ക് ഉപദേശിയെ മറയ്ക്കാം. I can hide my wife, I can hide my church, I can hide my audience, but that verse is very serious. മോശ പ്രാർത്ഥിക്കുക, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ, Lord, all our sins are in front of you. We cannot hide anything from you. Our choices we cannot hide. Our failures we cannot hide. Our idolatry cannot hide. Our immorality cannot hide. Everything is open before you. That is what Hebrews chapter 4 verse 12 says. Everything is open before you. Nothing is hidden from your sight. Do you have this kind of conscious Christian living here? Praise the Lord. 40 വർഷമായിട്ടും അവരവിടെ എത്തിയിരുന്നില്ല. മോശയ്ക്ക് വളരെ നല്ല ഡിസേൺമെൻ്റ് ഉണ്ടായിരുന്നു. വേഴ്സ് 9 ഇങ്ങനെ തുടങ്ങുന്നേ,
ഞങ്ങളുടെ നാളുകളൊക്കെയും, എനിക്ക് വേഴ്സ് 8 എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒത്തിരി കാര്യം പറയാനായിട്ടുണ്ട്, പക്ഷെ സമയമില്ല. എപ്പോഴും ഓർക്കേണ്ടത്, രഹസ്യ പാപങ്ങൾ മീൻസ് ഓൺലി ഐ നോ വാട്ട് ആർ ദ സീക്രട്ട് സിൻസ്, ബട്ട് ദാറ്റ് ഈസ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ ഫേസ് ഓഫ് ദ ലോർഡ്. വെരി ക്ലിയർ ആയിട്ട് കർത്താവിനെ കാണാം. നമ്മൾ ആത്മീയമായി വളരാത്തതിൻ്റെ കാര്യം, നമുക്കൊരു പുരോഗതി ഇല്ലാത്തതിൻ്റെ കാര്യം, ജീവിതത്തിൽ പ്രയാസങ്ങൾ ഏറി വരുന്നതിൻ്റെ കാര്യം, അതിൻ്റെ നടുവിൽ നമ്മൾ തളർന്നു പോകുന്നതിൻ്റെ കാര്യം, ബിക്കോസ് ഓഫ് ദ സീക്രട്ട് സിൻസ് ഇൻ അവർ ലൈഫ്. അതാണെന്നാണ് തിരുവെഴുത്ത് ഈ 7-ാം വാക്യത്തിനകത്ത് നമ്മളോട് പറയുന്നത്. 8-ാം വാക്യം നോക്കിയേ, ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി, ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ, 40 നിങ്ങൾ ആലോചിച്ച് നോക്കി, ഫ്യൂ വീക്സ് നടന്നാൽ ചെല്ലാം, 40 വർഷമായിട്ട് എന്ത് ചെയ്യുന്നില്ല. കാരണം ഓരോരുത്തർ യുദ്ധം ചെയ്യുന്നു, അവർ പുറകോട്ട് പോകുന്നു, പരാജയപ്പെടുന്നു, ഒരു കാര്യത്തിലൊരു പ്രോഗ്രസ് ഉണ്ടാകുന്നില്ല. അവരേറ്റവും അവസാനം പറയുക, ദീർഘശ്വാസം വിടുന്ന പോലെയാണ് ഞങ്ങൾ മരുഭൂമി കിടന്ന് നടക്കുന്നേ. എത്ര മനോഹരമായിട്ടാണ് പാടിയേക്കുന്നല്ലേ. ഇതൊരു പ്രാർത്ഥനയാണ്. മോശ മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ 40 വർഷമായിട്ട് ഞാൻ ഉൾപ്പെടെ പ്രോമിസ്ഡ് ലാൻഡ് ചെന്നിട്ടില്ല. പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ വേദനയുടെ ദീർഘശ്വാസങ്ങൾ മാത്രമായിരുന്നു ഞങ്ങളുടെ ജീവിതം. I hope you are following. They started so well. They came out of the Egypt like they were shoot out of a cannon. They were dramatically delivered by the hands of the Lord. When they came to the Red Sea, Moses said, "Stand back and see the salvation of the Lord." Lord was led them from victory unto victory. But now, of a result of their unbelief, their failures to move forward in the will of God. ഒരാൾ പറഞ്ഞത്, they started like a sprinter who is running 100-meter race, but they are now on the wheelchair. ഇതല്ലേ 40 years wilderness. അതിനെ മോശ പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി, ഞങ്ങളുടെ സംവത്സരങ്ങൾ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ എന്ത് ചെയ്യുക, കഴിയുക. ദെൻ ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം, അതിൻ്റെ പ്രതാപം. മീനിങ് ദാറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ നോർമൽ ലൈഫ് സ്പാൻ ഓഫ് ദ പീപ്പിൾ. പക്ഷെ ഇത് പറയുമ്പം ഈജിപ്തിൽ നിന്ന് യാത്ര ചെയ്തവർ 80 വരെ ഒന്നും ജീവിച്ചില്ല. ദേ ഡൈഡ് ബിഫോർ ദാറ്റ് ബിക്കോസ് ഓഫ് ദെയർ അൺബിലീഫ്, ബിക്കോസ് ഓഫ് ദെയർ ഫെയിലിയേഴ്സ്. മോശ പ്രാർത്ഥിക്കുക 70, 80, അതിൻ്റെ അപ്പുറത്തോട്ട് 80 കഴിഞ്ഞവരോടൊക്കെ ചോദിച്ചാൽ മതി, ക്ഷീണമായിരിക്കും അല്ലേ. ഞാൻ ഈയിടെ പറഞ്ഞപ്പോൾ പറഞ്ഞു 40 കഴിഞ്ഞപ്പോഴേ ക്ഷീണമായി എന്ന് പറഞ്ഞു. ഓക്കെ, ലീവ് ഇറ്റ്. നമ്മളിത് മരിച്ചെടുത്ത് മാത്രമേ ഈ സങ്കീർത്തനം കേൾക്കാറുള്ളൂ എന്ന് എനിക്കറിയാം, പേടിയൊന്നുമില്ലല്ലോ. എനിവേ, കഴിഞ്ഞ ആഴ്ച ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു തന്നെ നമ്മുടെ മാസങ്ങളൊക്കെ ഹി നമ്പേർഡ്. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. Praise the Lord. Verse 11, that is a rhetorical question. എല്ലാവർക്കും ഒറ്റ ആൻസറേ ഉള്ളൂ. വേഴ്സ് 11 എങ്ങനെ വായിക്കുന്നേ? നിന്റെ കോപത്തിൻ്റെ, who understands the power of your anger and your fury according to the fear that is due you? The answer is no one. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും അതിന് യേസ് എന്ന ആൻസർ പറയാൻ പറ്റുമോ? നോ. ദാറ്റ്സ് എ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ. മോശ പ്രാർത്ഥിക്കുക, നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ നോ വൺ. 40 വർഷമായിട്ട് ഇവരിതിങ്ങനെ ഗ്രഹിക്കാനായിട്ട് നോക്കുക, എന്താ ഇങ്ങനെ സംഭവിക്കുന്നേ, എന്താ ദൈവകോപത്തിൻ്റെ കാര്യം? അതിൻ്റെ ആൻസറാണ് മോശ പറഞ്ഞത്, ബിക്കോസ് ഓഫ് അവർ സീക്രട്ട് സിൻസ്. Verse 12. So that is a purpose clause, right? So മലയാളത്തിൽ അങ്ങനെ നമ്മൾ വായിക്കുന്നില്ല.
ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണാൻ ഞങ്ങളെ, അർത്ഥം എന്നാണെന്നറിയാമോ? ലോർഡ്, വി വേസ്റ്റഡ് 40 years. We lost our faith. We are running around the mountains. We are not concerned about your purpose, your will, and your law. But finally, he came to a very good discernment. Lord, ഇങ്ങനെ വായിക്കുന്നേ, teach us to number our days. Meaning, ഇനിയും 50 വർഷം കൂടെ ഉണ്ട്, അതല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? So, meaning get to the application, get to the point, and get to how this intersects with my life. That is the meaning of so. So, teach us. നമുക്കതിന് ഇങ്ങനെ ആപ്ലിക്കേഷൻ ചെയ്യാം. So what? It is the so what for me, and it is the so what for you. Lay hold of this verse. ഈ വാക്യത്തെ എന്ത് ചെയ്യണം? നാളുകളെ എണ്ണാൻ, God, you must instruct us. വാസ്തവത്തിൽ verse 12 is the very clear response of first 11 verse. ആദ്യത്തെ 11 വാക്യങ്ങളോടുള്ള വളരെ കൃത്യമായ റെസ്പോൺസ് ആണ് 12ാമത്തെ വാക്യം. Teach us to number our days, give us a heart of wisdom. നാളുകളെ എണ്ണാൻ ഞങ്ങളെ ഉപദേശിക്കണമെന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഇനി ഉണ്ടെന്ന് ഞങ്ങളെ അറിയിക്കണേ കർത്താവേ, ഇനി ഞങ്ങളൊരു 20 വർഷത്തോടെ ജീവിക്കുമോ എന്ന് ഞങ്ങളെ അറിയിക്കണേ എന്നല്ല അതിൻ്റെ അർത്ഥം. ദ മീനിങ്, ടീച്ച് us to value every day that we have left. Feel the weight of every day that we have left. Teach us to understand the importance of every day that we have left. Evaluate the use of the time in the light of the brevity of life. നാളുകളെ എണ്ണാൻ, കർത്താവേ ഇനി എത്ര ദിവസം ഉണ്ടെന്ന് അതിൻ്റെ മൂല്യം മനസ്സിലാക്കി, എത്ര കാലം വിശുദ്ധിയെ തികച്ച് ഇവിടെ ജീവിക്കാനുണ്ടെന്നുള്ള ബോധ്യം മനസ്സിലാക്കി വെരി കെയർഫുള്ളായിട്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ടീച്ച് us to number our days. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം, രോഗമുള്ളവരും രോഗമില്ലാത്തവരും. We do not know what is next. ഒരു ദിവസമേ ഉള്ളേലും ടീച്ച് us to number our days. ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കണം? ഈ മരുഭൂമിയെ കറങ്ങി നടന്നാൽ മതിയോ? ഞങ്ങൾക്ക് ഒറ്റയാഗ്രഹമേ ഉള്ളൂ. We want to meet our Lord personally. അതിന് ഞങ്ങൾ എങ്ങനെ ജീവിക്കണം? അങ്ങനെ കൗണ്ട് ചെയ്യണം ദിവസത്തെ. Praise the Lord. ഹെൽത്ത് പോയാൽ വി ക്യാൻ റിഡീം ദ ഹെൽത്ത്. മണി ലോസ്റ്റ് ആയി വി ക്യാൻ റിഡീം ദ മണി. ബട്ട് ടൈം ലോസ്റ്റ്, ഇറ്റ് ഈസ് ലോസ്റ്റ് ഫോർ എവർ. മോശം മുട്ടയിരുന്ന് പ്രാർത്ഥിക്കുക, ടീച്ച് us to number our days. ഞങ്ങളെ നാളുകളെ എണ്ണാൻ, ഞങ്ങളെ അതിൻ്റെ സെക്കൻഡ് പാർട്ട്, that we may apply our hearts unto wisdom. Meaning, Lord, we need your wisdom. ഈ വിസ്ഡം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? വിസ്ഡം വിച്ച് ടേക്ക് ട്രൂത്ത് ആൻഡ് അപ്ലൈസ് ഇറ്റ് ടു അവർ ലൈഫ്. അതൊരു പ്രാക്ടിക്കലാണ്. നല്ല നോളജ് ഉള്ളവരെ നമുക്കറിയാം അല്ലേ? നമ്മൾ ചിലരെ പറ്റി പറയാറുണ്ട്, ഹീ ഈസ് വെരി നോളജബിൾ. പക്ഷെ 5 കാശിൻ്റെ വിസ്ഡം കാണുകയില്ല. അതെവിടെ പറയണമെന്നൊന്നും സാമിസ്റ്റ് പറയുന്നത് എന്നാ? Teach us the number of the days, the value, the weight, the brevity of life. എന്നിട്ട് അടുത്ത വാക്ക് പറയാ, we need wisdom. Meaning,
It is doctrine applied. It is theology applied. It applied to our life. Meaning, ചെറിയ കാലമേ ഉള്ളതിലും അതിനെ വളരെ ക്വാളിറ്റി ആയിട്ട് ഉപയോഗിക്കാൻ വി നീഡ് യുവർ വിസ്ഡം. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ? കർത്താവേ, അങ്ങനെയെങ്കിലും വാക്യനോട് ചേർത്ത് പറഞ്ഞേ, ടീച്ചസ് ടു നമ്പർ അവർ ഡേയ്സ്. കാരണം എന്നാ, ആ ദിവസം ഇനി ഒരു 100 days നമുക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു 3 years നമുക്കുള്ളൂ, ഒരു 10 years നമുക്കുണ്ടെങ്കിൽ അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് വളരെ ജ്ഞാനത്തോടെ ഒട്ടും സമയം കളയാതെ ഞങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു ഭക്തൻ പറഞ്ഞ വാചകം എങ്ങനെയാണ്? If we fail to number our days according to verse 12, we are presenting to God a heart of foolishness. You are an absolute fool. This is not my God, said by one pastor. ജീവിതത്തിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി ജീവിക്കാനുള്ള വിസ്ഡത്തിനായിട്ട് പ്രാർത്ഥിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ, എന്നെ നോക്കി ബൈബിൾ പറയുകയാണ്, വേഴ്സ് 12, യു ആർ ആബ്സല്യൂട്ട് ഫൂൾ. ആർ യു ഫോളോയിങ് മീ? നമ്മളിവിടെ നല്ല ജോലി ചെയ്യണം, പൈസ ഉണ്ടാക്കണം, മക്കളെല്ലാവരും ഡോക്ടർമാരാകണം, എല്ലാം നല്ല കാര്യം. വാട്ട് ഈസ് അവർ അൾട്ടിമേറ്റ് ഗോൾ? നമ്മുടെ ഹൃദയം സന്തോഷിക്കുന്നത് എവിടാണ്? പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഇങ്ങനെ പറയാം, ആയുസിൻ്റെ ആകത്തുക മനസ്സിലാക്കി, ശേഷിച്ച ദിവസങ്ങളുടെ മൂല്യം മനസ്സിലാക്കി, ജ്ഞാനത്തോടെ ജീവിക്കാൻ teach us to number our days. Verse 12. ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ കർത്താവാണ്. യേശു എന്നാ പറഞ്ഞ? പകലുള്ളിടത്തോളം. ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ, റൈറ്റ്? We must work the work of him who sent me as long as it is day. Jesus understood that the sun was setting on his life swiftly and night was coming. സമയം തീരാറായി. ഇതുപോലെ നാം നമ്മുടെ നാളുകളെ വാല്യൂ ചെയ്യണം. We must do the work of him who set us while it is day. Night is coming when no man can work. എനിക്ക് ആരോഗ്യം എത്ര കാലം ഉണ്ടാകുമെന്ന് അറിയത്തില്ല, എനിക്ക് എത്ര കാലം കൃപയുണ്ടാകുമെന്ന് അറിയത്തില്ല, എനിക്ക് എത്ര കാലം മനസ്സുണ്ടാകുമെന്ന് അറിയത്തില്ല. Lord, teach us the number of your days and give the wisdom of you so that I can value the days to come. That is the second part. ഒന്നാമത്തെ പാർട്ടിൻ്റെ ക്ലിയർ റെസ്പോൺസ്, നാളുകളെ എണ്ണി ജ്ഞാനത്തോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ദാറ്റ് ഇസ് ഗോഡ്സ് സിവിയറിറ്റി. ഈ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ കർത്താവിൻ്റെ ചേസനി ഹാൻഡിൽ നിന്ന് രക്ഷപ്പെടാൻ. ഫൈനൽ പാർട്ട്, വേഴ്സസ് 13 to 17. ഗോഡ്സ് മേഴ്സി. ഗോഡ്സ് മേഴ്സി. വേഴ്സ് 13, do return, O Lord. How long will it be? And be sorry for your servants. ഞാനൊരു വേറൊരു വേർഷൻ ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കാം. Return to us with divine grace before you return us to the dust. ഞങ്ങൾ മരുഭൂമിയിൽ ഇല്ലാതാകുന്നതിന് മുമ്പ് നിന്റെ കൃപ ഞങ്ങളെ ഒന്ന് കടാക്ഷിക്കണമേ. വേഴ്സ് 13, Moses is praying, Lord, grace us. Verses 14 and 15, Moses is praying, Lord, satisfy us. Verse 16, he is praying, Lord, enlighten us. The final verse, he is praying, Lord, establish us. ആ 4 പദം, grace us, satisfy us, enlighten us and establish us.
എത്ര മനോഹരമായൊരു കൺക്ലൂഷനാന്ന് നോക്കിയേ. പെട്ടെന്ന് പറഞ്ഞുവിടാം, പെട്ടെന്ന്. 13-ാം വാക്യം. യഹോവേ, ലുക്ക് അറ്റ് ദ ബൈബിൾ പ്ലീസ്. യഹോവേ മടങ്ങി വരണമേ. മീനിങ് 40 വർഷമായിട്ട് ലോർഡ് വി ആർ വാണ്ടറിങ്. അതാ ഞാൻ വായിച്ചത്. റിട്ടേൺ ടു അസ് വിത്ത് ഡിവൈൻ ഗ്രേസ് ബിഫോർ യു റിട്ടേൺ അസ് ടു ദ ഡസ്റ്റ്. ഞങ്ങൾ പൊടിയിലേക്ക് പോയി ഇല്ലാതായി തീരുന്നതിന് മുമ്പ് യഹോവേ മടങ്ങി വരണമേ. മീനിങ് ഒത്തിരി കാലമായി ദൈവസാന്നിധ്യമൊക്കെ അനുഭവിച്ചിട്ട് ഞങ്ങൾക്കതൊന്ന് വേണമെന്ന് അവർ പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം. പക്ഷേ ദൈവസാന്നിധ്യം ഇല്ലാത്തൊരിടവും ഇല്ലല്ലേ. ബട്ട് ദർ ഈസ് സ്പെഷ്യൽ പ്രസൻസ് ഇൻ സർട്ടൻ പ്ലേസസ്. ബാബേലിലും ഈജിപ്തിലും ദൈവസാന്നിധ്യമുണ്ട്. പക്ഷേ ജെറുസലേം ദേവാലയത്തിൽ ഭയങ്കര ഗ്ലോറിയാണ്. ഗോട്ട് ദ ഡിഫറൻസ്? ഇവർക്കൊരു ജനറൽ പ്രസൻസ് ഉണ്ട്. ഇവർ പ്രാർത്ഥിക്കുകയാണ്, യഹോവേ ഓ ലോർഡ് റിട്ടേൺ ടു അസ്. യഹോവേ മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട്? വേഴ്സ് 13 ടോക്കിംഗ് അബൌട്ട് ചേഞ്ച് യുവർ മൈൻഡ് ലോർഡ്, ഷോ യുവർ കമ്പാഷൻ ലോർഡ്. ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, ക്രൈസിസും വേദനകളും പ്രതിസന്ധിയാണെങ്കിൽ ഈ വാക്യം നമുക്കും പറയാം, റിട്ടേൺ ഓ ലോർഡ്. കർത്താവേ മടങ്ങി വരണമേ. ആ ഈജിപ്തിലെയോ ബാബിലോണിലെയോ ജനറൽ പ്രസൻസ് പോലെയല്ല. വി നീഡ് യുവർ സ്പെഷ്യൽ പ്രസൻസ്. യഹോവേ മടങ്ങി വരണമേ, മടങ്ങി വരണമേ. വേഴ്സ് 14 നിങ്ങൾക്കറിയാമല്ലോ, അത്രയൊന്നും പറഞ്ഞാൽ ആ വാക്യത്തിൻ്റെ അർത്ഥം തീരുന്നില്ലെന്നുള്ള കാര്യം. വേഴ്സ് 14, ഓ സാറ്റിസ്ഫൈ us in the morning with your loving kindness. Loving kindness is the Old Testament word for New Testament word grace. മലയാളം കാലത്ത് തന്നെ നിൻ്റെ ദയ കൊണ്ട് ഞങ്ങളെ. ആ കാലത്ത് തന്നെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ, കർത്താവെ ഇപ്പം തന്നെ രാത്രിയായി, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. അടുത്ത സ്റ്റെപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ലെറ്റ് ദെയർ ബി എ ന്യൂ ഡേ, ലെറ്റ് ദെയർ ബി എ ന്യൂ ഇയർ, ലെറ്റ് ദെയർ ബി എ ന്യൂ ബിഗിനിങ്. Grace us Lord, satisfy us Lord, enlighten us Lord, and establish us Lord. ഞാൻ ഈ വാക്യമായിട്ട് ഒത്തിരി സമയം ഇരുന്ന് കാലത്ത് തന്നെ. കാരണം നാളെ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ഇനിയും മരുഭൂമിയെ ചുറ്റാൻ അനുവദിക്കരുതേ. ലോർഡ് ലീഡ് us into Canaan. അങ്ങനെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൂടെ? കറങ്ങിയത് മതി, ചുറ്റി സഞ്ചരിച്ചത് മതി, വളരെ ദിവസങ്ങൾ കുറച്ച് മതി ഞങ്ങൾക്ക് അവിടെ എത്താൻ. ലോർഡ് ലെറ്റ് ദെയർ ബി എ ന്യൂ ഡേ, ലെറ്റ് ദെയർ ബി എ ന്യൂ ഇയർ. ഞങ്ങൾ അടുത്ത വാക്യം, കാലത്ത് തന്നെ നിന്റെ ദൈവം ഞങ്ങളെ തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ, മീനിങ് 40 വർഷമായിട്ട് ഈ ആനന്ദമൊന്നും ഇല്ല. ഭയങ്കര എന്നാ പറയുക, സ്പ്രിൻ്ററായിട്ട് ഇറങ്ങി ഇപ്പോൾ വീൽ ചെയറിൽ എന്ത് ചെയ്യുക, 40 വർഷമായിട്ട്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ ഹൃദയത്തിൽ വേദനയുള്ള എത്ര ദൈവമക്കളുണ്ട് നമ്മുടെ ഇടയിൽ? അല്ലാത്തവരൊന്നും കർത്താവുമായിട്ട് ബന്ധം എങ്ങനെ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്? ഇഫ് യു ആർ ട്രൂലി ബോൺ അഗെയിൻ, യു വിൽ ഹാവ് ദാറ്റ് ഡീപ്പ് പെയിൻ ഇൻ യുവർ ഹാർട്ട്. പെരിഫറൽ ക്രിസ്ത്യൻസിന് ഇതൊന്നും വിഷയമല്ല, സബ് ചലേക, ഇതൊന്നും പ്രശ്നമല്ല. നമ്മളിവിടെ നിന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ഈ ദൈവവചനം കേൾക്കുമ്പം ചേസനിങ് ഹാൻഡ് നമ്മുടെ മേൽ ഉണ്ടാകാതിരിക്കാൻ, ആ റിയൽ ഗ്ലാഡ്നെസ് ദൈവസാന്നിധ്യത്തിലാണെന്ന്. ഇവർക്ക് ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്നു, പനയുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ മോശ പ്രാർത്ഥിക്കുക, എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ എന്നാൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന അതിനകത്തൊന്നും ഒരു സന്തോഷവും റിയൽ ജോയ് ഇല്ലായിരുന്നു. ദേ ഹാവ് ഹാപ്പിനെസ് ബട്ട് ദേ ഹാവ് നോ ജോയ്. Happiness always related with happenstances. Joy is a supernatural gift from God. Even if you are in the wilderness,
you can have the divine joy. Praise the Lord. Verse 16. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥ സംവത്സരങ്ങൾക്കൊക്കെ ഞങ്ങളെ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. We have been out of your works. God, we need your work to reappear in our midst. Only God can carry out his work in us and through us. അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. അവസാന വാക്യം നിങ്ങളിത് ദയവായിട്ടൊന്ന് വായിക്കണേ, പ്ലീസ് വായിക്കണേ ഈ വാക്യം. അവസാന വാക്യം പ്രാർത്ഥിച്ച് മോശ നിർത്തുക. എല്ലാം ദൈവസന്നിധി കൊടുത്തിട്ട് പറയുക, നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും. ഷോ us your deeds, Lord. Show us your splendor, Lord. കാരണം ഇങ്ങനൊരു തേജസ് കണ്ടാണ് അവർ ചെങ്കടൽ ക്രോസ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ അതൊന്നും അവർക്കതിൻ്റെ ഒന്നും അനുഭവം ഇല്ലാതായപ്പം ഒടുവിൽ മോശ പ്രാർത്ഥിക്കുന്ന വാക്ക് കണ്ടോ, അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം. കാരണം പേരൻസ് അത് കണ്ടായിരുന്നു, മക്കളതെന്ത് ചെയ്തില്ല. അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഫൈനലി മോശ പ്രാർത്ഥിച്ച് നിർത്തുകയാണ്, എസ്റ്റാബ്ലിഷ് അസ്. ലെറ്റ് ദ ഫേവർ ഓഫ് ദ ലോർഡ് അവർ ഗോഡ് ബി അപ്പോൺ us and confirm for us the work of our hands. Yes, confirm the work of our hands. രണ്ട് കാര്യം ആ വാക്യത്തിനകത്തുണ്ട്. മേ യുവർ ഫേവർ റെസ്റ്റ് അപ്പോൺ us. മേ യുവർ ഫേവർ റിമൈൻ വിത്ത് us. എത്ര മനോഹരമായിട്ടാണ് ആ പാട്ട് അവർ പ്രാർത്ഥിച്ച് അവരുടെ ആലയത്തിൽ ആ പാട്ടായിട്ട് അവർ പാടിയിരുന്നത്. എസ്റ്റാബ്ലിഷ് ദ വർക്ക് ഓഫ് ദ ലോർഡ്, മീനിങ് ലോർഡ് put your hands on our hands if you will, and let us together lay hold of the plow. ഞങ്ങൾക്ക് തന്നെ തുഴയാനായിട്ട് കഴിയത്തില്ല. ഞങ്ങളുടെ കൈകളിലേക്ക് നിന്റെ കരവൊന്ന് വന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി കനാനിലേക്കൊന്ന് കടത്തണേ. ഞങ്ങൾ ഒറ്റയ്ക്ക് നടന്നാൽ എങ്ങും ചെല്ലുകയില്ല. ഞങ്ങൾക്ക് നിന്റെ മഹത്വം ഒരിക്കൽ കൂടെ ഒന്ന് വെളിപ്പെടുത്തി നൽകണമേ. Put your hands on our hands and let us together lay hold of the flow. ഞങ്ങളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് ഒന്നും സാധ്യമാകില്ല. If you will establish, if you will confirm our work, it will succeed. നീ എസ്റ്റാബ്ലിഷ് ചെയ്താൽ, നീ കൺഫേം ചെയ്താൽ ഞങ്ങൾ അങ്ങ് എത്തും. പ്രൈസ് ലോർഡ്. എത്ര മനോഹരമായിട്ടാണ് ഈ പ്രാർത്ഥന ആ ഭക്തൻ പ്രാർത്ഥിച്ച് നിർത്തിയതെന്നുണ്ടോ. Our God is eternal. Our God is sovereign. Our God's severity and He is merciful. ജീവിതത്തിൽ നമുക്ക് എപ്പോഴും പറയാം, ഞങ്ങൾ തന്നെ തുഴഞ്ഞാൽ എങ്ങും എന്ത് ചെയ്യല, ചെല്ലുകയില്ല കർത്താവേ. ആ കൈ ഞങ്ങളുടെ കലപ്പയോട് ചേർത്തൊന്ന് പിടിച്ച് ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ. അവസാന വാക്യം എന്നോട് ചേർന്ന് ദൈവസഭ പറയാമോ? ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം.